ആശ്രയത്വം, സ്വാതന്ത്ര്യം, പരസ്പരാശ്രയത്വം. മനുഷ്യരായ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും ആവശ്യങ്ങളുമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെയും ആവശ്യങ്ങളുടെയും പട്ടിക ഉണ്ടാക്കുമ്പോൾ ആവശ്യങ്ങളാണ് ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതലെങ്കിൽ ജീവിതം ദുഃഖത്തിലേക്കെത്തും. ഉത്തരവാദിത്തങ്ങൾ കൂടുതലും ആവശ്യങ്ങൾ കുറവുമാണെങ്കിൽ നമ്മൾ സന്തുഷ്ടരാകും. ലളിതമാണ് ഈ ഒരു രഹസ്യം. ഈശ്വരൻ തന്നിട്ടുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. ബാക്കിയുള്ളവർക്ക് സന്തോഷമുണ്ടെങ്കിൽ തനിക്കും സന്തോഷമുണ്ടാകും എന്ന് അറിയുന്നയാളാണ് ബുദ്ധിമാൻ. എന്റെ കുടുംബം സന്തോഷിക്കുമ്പോഴാണ് എനിക്കും സന്തോഷമുണ്ടാകുന്നത്. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയണം. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമാണ് ആദ്യം അറിയേണ്ടത്. അതിനുശേഷം സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കണം. സമൂഹത്തിന് എങ്ങനെ ഉപയോഗപ്പെടുമെന്ന് മനസ്സിലാക്കി പിന്നീട് രാജ്യത്തിനു വേണ്ടി എന്തു ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കണം. അങ്ങനെ 3 തലങ്ങളിലുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ അറിയണം. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം, രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം എന്നിങ്ങനെ 3 തലങ്ങൾ. കൂടുതൽ ഉത്തരവാദിത്തം എടുക്കും തോറും നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുകയും പ്രവർത്തിക്കാനുള്ള ശക്തി കൂടുകയും ചെയ്യുന്നു. ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവ സഫലമാക്കാനുള്ള മാർഗമില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രയത്നവും പ്രാർത്ഥനയും ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതാണ്. ചിലർ പ്രാർത്ഥിക്കും, പക്ഷെ പ്രയത്നിക്കുകയില്ല. ഇത് ശരിയാവുകയില്ല. പ്രയത്നിച്ചു മടുത്ത മറ്റു ചിലരാകട്ടെ പ്രാർത്ഥിക്കുക പോലുമില്ല. അവരും വിജയം കൈവരിക്കുകയില്ല. അതുകൊണ്ടാണ് പുരുഷാർത്ഥവും സമർപ്പണവും ഒരുമിച്ച് പോകണമെന്ന് പുരാണങ്ങൾ പറയുന്നത്. പറ്റാവുന്നത്ര ചെയ്ത് ബാക്കി ഈശ്വരന് സമർപ്പിക്കണം. നിങ്ങളും ഉള്ളിലെ ഈശ്വരീയതയും തമ്മിലുള്ള ബന്ധം അങ്ങനെ സംഭവിക്കട്ടെ. ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും അനുഭവപ്പെടുകയില്ല. ഹൃദയത്തിലും മനസ്സിലും ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്രയ്ക്കധികം വികാസം അനുഭവിക്കും. അത് നിങ്ങളിൽ ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത പുഞ്ചിരി വിരിക്കും. കുറയുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യാത്ത അത്തരമൊരു പുഞ്ചിരിയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ഇത് നേടാൻ നമ്മൾ ഉള്ളിലെ വിശ്വാസത്തെ ഉണർത്തണം. സന്തോഷമുള്ളപ്പോൾ നമുക്ക് ചുറ്റും സന്തോഷം പരത്താൻ കഴിയും. സംതൃപ്തിയുള്ളവർക്ക് മറ്റുള്ളവരിലും സംതൃപ്തി സൃഷ്ടിക്കാൻ കഴിയും. എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിനു മുൻപായി മറ്റുള്ളവരുടെ അനുഗ്രഹം വാങ്ങുന്ന പതിവ് ഇന്ത്യയിലുണ്ട്. ഇതിന് പിന്നിലുള്ള കാരണം വളരെ ശാസ്ത്രീയമാണ്. ഒരാൾ സംതൃപ്തനാണെങ്കിൽ അയാളുടെ ഉള്ളിലെ ഏതു സങ്കല്പവും ഫലപ്രദമാകുമെന്നും അതുകൊണ്ട് പ്രായമായവരുടെ അനുഗ്രഹങ്ങൾക്ക് വലിയ ശക്തിയാണുള്ളതെന്നുമാണ് വിശ്വാസം. ദുഃഖിതനായ ഒരാളുടെ അനുഗ്രഹം എങ്ങനെയാണ് ഫലിക്കുക? അതുകൊണ്ട് ആന്തരിക സംതൃപ്തി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ള കഴിവ് നമ്മളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നു. കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മൾ സംതൃപ്തരാകണം. സംതൃപ്തിയോടൊപ്പം ശക്തിയും ഉയർന്നു വരും. നമ്മൾ ഗുരുക്കന്മാരുടെയും സിദ്ധന്മാരുടെയും അടുത്തേക്ക് പോകുന്നത് അവർ സംതൃപ്തരായതുകൊണ്ടാണ്. അവർ അനുഗ്രഹിക്കുമ്പോൾ കാര്യം നടക്കുന്നു. എപ്പോഴാണ് നമ്മൾ സംതൃപ്തരാകുക? സംതൃപ്തിയുള്ള ആളോടൊപ്പം ഇരിക്കുമ്പോഴോ സത്സംഗു വഴിയോ ആണ് നമ്മൾ സംതൃപ്തരാകുക. നിരാശനായ ആളോടൊപ്പം ഇരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ നിരാശ അനുഭവപ്പെടും. മനസമാധാനമില്ലാത്തയാൾ ചുറ്റും മനസമാധാനമില്ലായ്മ പരത്തും. സന്തോഷവും സംതൃപ്തിയുമുള്ളവർ സന്തോഷവും സംതൃപ്തിയും പ്രസരിപ്പിക്കും. അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് ലാളിത്യവും സ്വാഭാവികതയും. നമുക്ക് വേണ്ടത് ലാളിത്യവും സ്വാഭാവികതയുമാണ്.
ജീവിതത്തിൽ ഔപചാരികതയ്ക്ക് പ്രാധാന്യമുണ്ടെന്നതിന് സംശയമില്ല. എന്നാൽ ഔപചാരികതയിൽപ്പെട്ട് കിടക്കരുത്. ഉദാഹരണത്തിന്, നിങ്ങൾ കടയിൽ നിന്ന് ഒരു പൂമാല വാങ്ങുന്നു. പ്ലാസ്റ്റിക് കവറിലാണ് അത് ഇട്ടിരിക്കുന്നത്. കവറിനല്ല, കവറിനകത്തെ മാലയ്ക്കാണ് പ്രാധാന്യം. കവറിന്റെ അകത്തേക്ക് നമ്മൾ എത്തണം. അതുപോലെ ജീവിതത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറാണ് പ്രധാനം എന്ന് ധരിച്ച് അത് എടുത്തു വയ്ക്കും. സ്വാത്മബോധമില്ലാതെ ഔപചാരികതയിൽ മാത്രം ജീവിക്കുന്നത് പോലെയാണിത്. സ്വാത്മബോധം ഉണ്ടാകുമ്പോൾ ജീവിതം സമ്പന്നമാകും. ഓരോ വ്യക്തിക്കും സമ്പന്നത അനുഭവപ്പെടുമ്പോൾ സമൂഹം സമ്പന്നമാകും. തത്വജ്ഞാനങ്ങളിലൂടെയല്ല, ഓരോ വ്യക്തിയുടെയും പുരോഗതിയിലൂടെയാണ് സമൂഹം പുരോഗമിക്കുക എന്നതുകൊണ്ടാണ് ഇത്. സമൂഹത്തെ നയിക്കുന്നത് വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയെയും സ്വാത്മബോധത്തോടെ മനസ്സിലാക്കണമെന്ന് പ്രധാനമായി തീരുന്നു അല്ലെങ്കിൽ പറയുന്നത്. സ്വാത്മബോധമുണ്ടെങ്കിൽ വലിയൊരു പരിവർത്തനമാണ് സംഭവിക്കുക. അങ്ങനെ ആളുകളുടെ മന്ദതയും താല്പര്യക്കുറവും തുടച്ചു മാറ്റാൻ കഴിയും. എല്ലാ ആഗ്രഹങ്ങൾക്കും അപൂർണതകൾക്കും കാരണം മന്ദതയും താല്പര്യക്കുറവുമാണ്. എന്നാൽ നമ്മളുടെ ഉള്ളിൽ ആനന്ദമുയരുകയാണെങ്കിൽ എല്ലാം നമ്മുടെ അടുത്തേക്ക് താനെ വന്നുകൊള്ളും. ജീവിതം അല്ലെങ്കിൽ ശരീരം ഈ മുഴുവൻ സൃഷ്ടിയെയും ആശ്രയിക്കുന്നു. സമൂഹത്തിൽ ചിലർ വസ്ത്രം നിർമ്മിക്കുന്നു, വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കുന്നു, എണ്ണ ഖനനം ചെയ്യുന്നു. ശരീരത്തിന് ലോകത്തിൽ നിന്ന് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ സ്വതന്ത്രമാകാൻ സാധിക്കുകയില്ല. അത് പൂർണ്ണമായും ലോകത്തെ ആശ്രയിക്കുന്നു. ആത്മാവ് ശരീരവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ അസ്വസ്ഥമാവുകയും സ്വാതന്ത്ര്യം അന്വേഷിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം അന്വേഷിക്കുന്ന യാത്രയിൽ നിങ്ങൾ പലപ്പോഴും ഞാൻ എന്ന ഭാവത്തിൽപ്പെട്ട് കിടന്ന് കൂടുതൽ ദുരിതപൂർണമാകും. മിക്കവരും തങ്ങളുടെ ആശ്രയത്വത്തെക്കുറിച്ച് അവബോധമുള്ളവരല്ല. സ്വന്തം പരിമിതികളെക്കുറിച്ചും ആശ്രയത്വത്തെക്കുറിച്ചുമുള്ള അവബോധമുണ്ടാകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം ഉയരുന്നത്. നിങ്ങൾ ഉള്ളിൽ ചലിച്ചില്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുകയില്ല. ഉള്ളിൽ ചലിക്കുമ്പോൾ പരസ്പര ആശ്രയത്വത്തെ നമ്മൾ തിരിച്ചറിയും. ജീവാത്മാവും പരമാത്മാവും പരസ്പരം ആശ്രയിക്കുന്നു. എന്നാൽ പരസ്പര ആശ്രിതമാണെന്നും സ്വാതന്ത്ര്യമെന്നൊന്നില്ലെന്നും ഓരോ ജ്ഞാനിക്കും അറിയാം. ഒരു തലത്തിൽ ആശ്രിതത്വം ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. മറ്റൊരു തലത്തിലാകട്ടെ അത് മിഥ്യയുമാണ്. കാരണം ഇവിടെ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്നത് തന്നെയാണ്. ഒന്നാണെന്ന് തോന്നാത്തപ്പോൾ, സ്വാത്മബോധമില്ലാത്തപ്പോൾ മാത്രമാണ് നിങ്ങൾ സ്വാതന്ത്ര്യം കാക്ഷിക്കുക. സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നയാൾ ഭിക്ഷക്കാരനാണ്. സ്വാതന്ത്ര്യം വെറും വിദ്യയാണ് എന്നറിയുന്നയാളാകട്ടെ രാജാവുമാണ്. സ്വാത്മബോധത്തിന് ഉറപ്പില്ലെങ്കിൽ ആത്മാന്വേഷിയുടെ ജീവിതത്തിൽ അസ്ഥിരത നടമാടുന്നു. അപ്പോൾ ഞാനെന്ന ഭാവം ചുരുങ്ങാനുള്ള വഴി കണ്ടുപിടിക്കും. ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ മുഴുകാത്തതുകൊണ്ടാണിത്. ആ പൂർണ്ണത ശീലിക്കാത്തതിനാൽ ഞാനെന്ന ഭാവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പഴുതുകൾ മനസ്സന്വേഷിക്കും. ഏറ്റവും ചെറിയ തെറ്റുകളെ അത് ഊതി വീർപ്പിക്കും. ഈ സ്വഭാവങ്ങളെപ്പറ്റി അവബോധമുള്ളവരാകൂ. എന്തു തന്നെ സംഭവിച്ചാലും സത്സംഗിനോടും ആത്മീയപാതയോടും പ്രതിബദ്ധരാകൂ. എല്ലാം ഒന്നാണ്, എന്നാൽ വ്യത്യസ്തവുമാണ്. പ്രകൃതി ഓരോ നിമിഷവും അനന്തമായ നൈസർഗികതയും ക്രിയാത്മകതയും അനാവരണം ചെയ്യുന്നു. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും. എന്നാൽ അനന്യമാണ് ഓരോ സൂര്യോദയവും. നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ഇത് ബാധകമാണ്. എല്ലാം ഒന്നാണ്, എന്നാൽ വ്യത്യസ്തവുമാണ്. ഒരു വർഷം അവസാനിക്കുന്നു, അടുത്ത വർഷം ആരംഭിക്കുന്നു. മാറ്റം പ്രപഞ്ചത്തിൽ സ്ഥിരമാണെന്നെങ്കിലും ചില മാറ്റങ്ങൾ മനുഷ്യ മനസ്സിൽ സ്ഥിരമായി മുദ്ര പതിപ്പിക്കും. ഈ മുദ്രണങ്ങൾ ശുഭകരമോ അശുഭകരമോ ആയിക്കൊള്ളട്ടെ,
അവ നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നു. അവയിൽ നിന്ന് മുക്തരായി പ്രവർത്തിക്കുക എന്നതാണ് ശരിയായ ഉണരൽ. ഉണരുന്ന ഈ നിമിഷങ്ങൾ ആരുടെ ജീവിതത്തെയും സ്പർശിക്കാതിരുന്നിട്ടില്ല. ചിലരുടെ ജീവിതത്തിൽ ഇത് കൂടുതലുണ്ടാകും, മറ്റു ചിലരുടേതിൽ കുറവുമാകും. ഇടയ്ക്കിടയ്ക്ക് ഭൂതകാല സംഭവങ്ങളെ പുനരവലോകനം ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഫലങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ധാരണയും ജ്ഞാനവും ഉറപ്പിക്കും എന്നതാണ് ആദ്യത്തേത്. അബോധതലത്തിൽ നിങ്ങളുടെ ചിന്താരീതിയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഇല്ലാതാക്കും എന്നതാണ് രണ്ടാമത്തെ ഫലം. തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഭീകര പ്രവർത്തനങ്ങളാണ് ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാരണം കൊണ്ട് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക ഭൂഖണ്ഡങ്ങൾ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുമുണ്ട്. നമ്മുടെ ചിന്തകളെ ഭ്രാന്തിന്റെയും മുൻവിധികളുടെയും വക്കത്തെത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സമൂഹത്തിൽ ഒരു വെല്ലുവിളിയോ അപകടമോ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഉൾവലിവോടെ പറയുന്നു, ഇത് എന്റെ പ്രശ്നമല്ല, വേറെ ആരെങ്കിലും ഇത് പരിഹരിക്കട്ടെ. ലോകത്തിലെ ഇന്നത്തെ സ്ഥിതിയിൽ ഭൂമിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പണ്ട് ലോകത്തിന്റെ ഒരു ഭാഗത്തെ പ്രശ്നങ്ങൾ മറ്റേ ഭാഗത്തുള്ളവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ സാങ്കേതിക ജ്ഞാനം കാരണം, അതായത് സുഖമേഖല, കംഫർട്ട് സോൺ, സംഘടന മേഖല, കോൺഫ്ലിക്ട് സോൺ, ഇവ തമ്മിലുള്ള അകലം വലുതല്ല. മറ്റു സ്ഥലങ്ങളിലെ സംഭവവികാസങ്ങൾ അപ്പോൾ നമ്മൾ അറിയും, നമ്മെയും ബാധിക്കും. അസ്ഥാനത്തുള്ള സഹിഷ്ണുതയും അസഹിഷ്ണുതയും ദോഷഫലങ്ങൾ ഉണ്ടാക്കും. അസഹിഷ്ണുത അലംഭാവത്തിലേക്കും സഹിഷ്ണുത അലംഭാവത്തിലേക്കും അസഹിഷ്ണുത ആക്രമത്തിലേക്കും എത്തരുത്. നമ്മൾ കൈകൾ മുമ്പോട്ട് നീട്ടാൻ തയ്യാറാണെങ്കിൽ ഏത് പ്രശ്നവും സംഘടനവും കൈകാര്യം ചെയ്യാൻ എളുപ്പമാകും. മുമ്പെങ്ങുമില്ലാത്ത പരസ്പരാശ്രയത്വത്തിന്റെ യുഗമാണിത്. ഏകാന്തമായ കൂട്ടിൽ കിടന്ന് കുറെ കൂടി വിശാലവും സുന്ദരവുമായതിന്റെ ഭാഗമാകാൻ നമ്മൾ വളരണം. എല്ലാവരുടെയും ഉള്ളിലുള്ള സ്നേഹവും ഊഷ്മളതയും പ്രകാശിതമാകുന്നതിന് ശരിയായ സാഹചര്യം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിലൂടെ ഒന്നിക്കുമ്പോൾ തന്നെ ആഘോഷത്തിന്റെ അന്തരീക്ഷം ചിരിക്കും. പഠിക്കുകയും പഠിച്ചതിനെ മനസ്സിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്ന ലോലമായ സന്തുലനമാണ് ജീവിതം. അതുപോലെ ഉൾപ്പെടലും മാറി നിൽക്കലുമാണ് ജീവിതം. ലോലമായ ഈ സന്തുലനം കണ്ടെത്തുമ്പോൾ അത് പുതുമയെ സജീവമാക്കുന്നു. അതാണ് ജീവനകല, അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിംഗ്. മഹത്തായ ദർശനത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രകൃതിയുമായി നിങ്ങൾക്കുള്ള ബന്ധം, അല്ലെങ്കിൽ നമുക്കുള്ള ബന്ധം ഉറയ്ക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മൾ പുതുമയുള്ളവരും വ്യത്യസ്തരുമാകും. പ്രകൃതിയുടെ സ്വാഭാവികത വിടർന്നു വരുന്നത് വീക്ഷിക്കുന്ന കാഴ്ചക്കാരനല്ല നിങ്ങളിപ്പോൾ, മറിച്ച് അതിന്റെ പ്രകാശനമാണ്.